ഇതല്ല കൂത്ത്. ബസ് വെച്ച് പട്ടാപ്പാവിന് പെണ്ണുങ്ങളെ കയറി പിടിക്കണോ? അല്ലേ ഞാൻ നിങ്ങളെ പിടിക്കുവോ? നിങ്ങൾക്ക് വയസ്സായില്ലേ? ബസ്സിൽ കയറിയപ്പം തുടങ്ങിയതാണ് ചില ചൊറിച്ചിലും തോണ്ടലും. അതെ, പ്രസിഡന്റ് ഇപ്പുറത്ത് നിന്നു, ഞാൻ അവിടെ നിന്നോളാം. എന്തായാലും മാറി, ഞാനിനി ഇവിടെ തന്നെ നിന്നോളാം. മുന്നിൽ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട്, എന്നാലും പുറത്തു തള്ളിക്കൊടു. എന്തൊരു വൃത്തിയാണ് കാണിച്ചത്. പിന്നെ വീട്ടിൽ തിന്നയ്ക്കും തുപ്പുന്നവർ തുപ്പിയാലുണ്ടല്ലോ, നാശം കളവൻ. ബസ് ഓടുമ്പോ തുപ്പരുത്. ക്ഷമിക്കണേ സാർ, ഷട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ ബസ് നിർത്തുന്നിടത്ത് വെച്ച് ഞാൻ കഴുകി തരാം. ശരിയില്ല, അപ്പം തുപ്പിക്കോട്ടെ, ഞാൻ ഷട്ടർ ഇട്ടോളാം. സാർ, ആ ഡ്രൈവർ ഒന്ന് വിളിച്ചോണ്ട് വരണം. ഞാൻ ബെല്ല് കൊടുത്തിട്ടുണ്ട്, ഇനി അയാൾക്ക് തോന്നുമ്പോ വിടട്ടെ. ട്രാൻസ്പോർട്ട് ചെയ്യുന്നക്കാരാ, എനിക്കൊന്ന് വേഗം പോണോ? അവിടെയാ ജയിൽ അടയ്ക്കും, കഞ്ഞി കിട്ടൂല. എന്തിനാ അപ്പനെ കൂട്ടി തിരുവനന്തപുരത്ത് പോകുന്നത്? ഒരു ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങളും ഇന്റർവ്യൂവിന് പോകാനോ? എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതാ. സ്വല്പം ആശ്വാസം കിട്ടിയില്ലേ? ഇനി നേരെ ഇരുന്നൂടെ? സാറിന്റെ തോളിലാണല്ലോ എന്റെ ഉറക്കം. അതിന്റെ ഭാഗ്യ എനിക്ക് സൗകര്യത്തിലെടുത്ത് കിടന്നുറങ്ങും. ആരാണോന്നൊക്കെ ചോദിക്കേ. ടിക്കറ്റ് പ്രസിഡന്റ്, ടിക്കറ്റ് കൊടു. ഞാനെടുത്തില്ല. സെക്രട്ടറി എടുത്തില്ലേ? ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് എടുത്ത് കാണുന്നു. ഞാൻ വിചാരിച്ചു സെക്രട്ടറി എടുത്ത് കാണുന്നു. അതെന്ത് പരിപാടി? നോക്കൂ, ചോക്ലേറ്റ്. താങ്ക്സ്, എനിക്ക് വേണ്ട. ഹലോ, ബസ്സിലിരുന്ന് പോകാതിരിക്കുന്ന അറിഞ്ഞൂടെ? ഓടുമ്പോ വലിക്കരുതേ ഉള്ളൂ. നോ സ്മോക്ക് എന്ന് പറഞ്ഞാൽ അതാ അർത്ഥം. ഇത് ഞങ്ങളുടെ സീറ്റാ, ഒന്ന് എന്നേറ്റ് മാറണം. ഞങ്ങളല്ലേ ആദ്യം ഇരുന്നത്. ഞങ്ങളല്ലേ ഇരുന്ന് വന്നത്. ഇനി കുറെ നേരം ഞങ്ങൾ ഇരിക്കട്ടെ. അതെ, അതാ സോഷ്യലിസം. അവന്റെ സോഷ്യലിസം.